ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാനിപ്പോൾ എണീക്കുന്നത് 10:30. അപ്പോൾ നമുക്കിന്ന് ഒരു സ്ഥലത്തെല്ലാം പോകാനുണ്ട്, 2-3 സ്ഥലത്തെല്ലാം പോകാനുണ്ട്. വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നോട് 2-3 ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എടുത്തു. പിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമല്ലേ. അപ്പം വീഡിയോയിലൊക്കെ എന്തെടുത്ത കാര്യം കഴിയട്ടെ. ഞാൻ ബ്രഷൊന്നും ചെയ്തിട്ടില്ല, ബ്രഷ് ചെയ്യണം, ഫേസെല്ലാം കഴിയുമ്പോൾ ഫ്രഷപ്പായിട്ട് ചായ എല്ലാം കുടിക്കണം. നമുക്ക് പോകാം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല സംഭവം അടിപൊളി സാധനം. ഞാനും റീസെൻ്റ്ലി യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഭയങ്കര റിസൾട്ട് എനിക്ക് വന്നിട്ടുണ്ട് ഫേസിൽ ഇത് യൂസ് ചെയ്തതിന് ശേഷം. അതുകൊണ്ട് ഞാൻ ഹിമാലയൻ്റെ മോസ്റ്റ് ഓഫ് യൂസ് ചെയ്യുക. ഹിമാലയ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആരും യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് പറഞ്ഞാൽ പേഴ്സണലി കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഈ ഹിമാലയൻ്റെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങും. പക്ഷേ ശരിക്കും നമ്മൾ ചീപ്പ് റേറ്റിലല്ല, ഫേസിൽ ഒരിക്കലും ചീപ്പ് റേറ്റ് എൻ്റെ ഒരു അഡ്വൈസ് ആയിട്ട് ഞാൻ തരുന്നതാണ്. ഫേസിൽ ഒരിക്കലും നമ്മൾ ചീപ്പസ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഫേസിൽ നമ്മളൊരിക്കലും പൈസ നോക്കുക വേണ്ടത്. ഇപ്പം നമുക്ക് ഏതാണോ പ്രൊഡക്റ്റ് ഇഷ്ടമാകുന്നത് അതിപ്പോൾ ചിലപ്പോൾ 1000 ആണെങ്കിൽ 2000 അത് വാങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങുക. അല്ലാണ്ട് ഏറ്റവും ചീപ്പസ്റ്റ് നോക്കിയിട്ട് പോയിട്ട് ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല, നല്ലോണം പണി കിട്ടും. അപ്പോൾ ഇത് സാധനം അടിപൊളിയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നല്ല ഫെമിലിയർ ആണല്ലോ ഇത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഏത് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് അവൈലബിളാണ്. ഇതൊന്നും ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞത്. അതിൻ്റെ റിസൾട്ട് സൂപ്പറാണ്. ഇങ്ങനെ മസാജ് എല്ലാം കൊടുത്ത ഫേസിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നടന്ന നല്ലൊരു ഇത് വരും. അതൊന്നും ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ ബ്ലഡ് ഫേസ് അവിടെ കൂടുതൽ ഇഷ്ടം. ഡെയിലി അതാണ് എൻ്റെ റൂട്ടീൻ. പക്ഷേ ചെയ്യുന്നത് അടിപൊളിയാണ്. അപ്പോൾ ബ്രഷൊക്കെ ചെയ്തു. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചായ കുടിക്കണം. അപ്പം ഇവിടെ മിററുണ്ട്, ഫ്രണ്ടിൽ മിറർ, അതാണ് ഞാൻ അങ്ങോട്ടേക്ക് നോക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ചായ കുടിക്കണം. പിന്നെ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ വലിയ അറിയാണ്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ എങ്ങനെയാണോ അതാണ് ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് മുന്നേ വീഡിയോ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഉണ്ടായി. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കിപ്പം വീഡിയോ ചെയ്യാൻ അങ്ങനെ അറിയാമല്ലോ, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ നിങ്ങളെ എന്നെ മെയിൻ ഒരു ഇൻ്റർവ്യൂസ് വീഡിയോ ഒന്നും ഇടാത്തത് തന്നെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് യൂട്യൂബ് ചാനലിൽ ഉണ്ടായി. അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം, കൂടുതൽ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ. ഇനി എൻ്റെ ഇൻട്രൊഡ്യൂസ് വീഡിയോ എല്ലാം വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ അതുമായിട്ട് വരാം അടുത്ത. അപ്പം എന്താ നമ്മളെ അടുത്തൊരു ചായ ഭയങ്കര ഉറക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അവരൊന്നും ഇപ്പം കാണിക്കാത്തത്. പിന്നെ അവരെല്ലാം ഇപ്പം എണീച്ച് ഫ്രഷപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ അവരെല്ലാം കാണിച്ചു തരാം. ഞാനൊക്കെ ഉറങ്ങുന്ന ആൾക്കാരെ ഡിസ്റ്റർബ് ആക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. പിന്നെ എന്താണ് അവർ ഉറങ്ങുന്നത് അവരുടേതായ ഒരു പ്രൈവസി ഇല്ല. അപ്പോൾ നമുക്ക് വെറുതെ എടുക്കേണ്ട ആവശ്യമില്ലല്ലേ, അതല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പോൾ അവർ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ കാണിച്ചു തരാം. അങ്ങനെ കിച്ചണിലേക്ക് പോയ സമയത്ത് ഇവരെല്ലാം ഉള്ളിലേക്ക് വരണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഒച്ചപ്പാടാക്കിയിട്ട്. ഇവരെ നമ്മൾ ബാക്ക് സൈഡിലിടുക, വീടിൻ്റെ ആ കിച്ചണിൻ്റെ ബാക്ക് സൈഡിലിടുക. എന്നിട്ട് ഇവർ നമ്മൾ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ഇവർ റെഡിയായി നിൽക്കുന്നുണ്ടാവും, ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വരണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉള്ളിലേക്ക് വരും. അങ്ങനെ കുറേ നേരം ഇവരോട് കുറേ നേരം കളിച്ച്. ഇവർ രാവിലെ തന്നെ നമ്മുടെ അടുത്ത് ഭയങ്കര അടുപ്പായിരിക്കും ഉണ്ടാകുക. ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കും. അങ്ങനെ കുറേ നേരം കളിപ്പിച്ച് പിന്നെ അവർക്ക് ഫുഡ് ഇട്ട് കൊടുത്ത്
അവരുടെ കാര്യം നോക്കി അവരെ സെറ്റാക്കി അവരൊരു മൂലക്കാക്കി. എന്നിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ചായക്കുള്ള വെള്ളം എടുത്ത് എനിക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം അവരൊന്നും എണീച്ചിട്ടില്ലല്ലോ, അപ്പോൾ അവർക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, വെറുതെ ചായ തണിയോ. അതുകൊണ്ട് ഞാൻ എനിക്കുള്ള കട്ടൻ ചായക്കുള്ള വെള്ളം എടുത്തിട്ട് വന്ന് നമ്മളിവിടെ ആറോ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. കുടിക്കാൻ മാത്രം, കുടിക്കേണ്ടിയിട്ട് ആറോ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചായപ്പൊടി പഞ്ചസാര എടുക്കാൻ പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് പഞ്ചസാരയില്ല, അത് തീർന്നിട്ടുണ്ടായി. അപ്പോൾ ഞാനത് റീഫില്ല് ചെയ്തിട്ട് പിന്നെ ചായ ഉണ്ടാക്കി. അങ്ങനെ ചായ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ എടുത്ത് ഫ്രണ്ട് പോയി ഇരുന്ന് കുടിക്കാൻ എവിടെന്നെങ്കിലൊക്കെ കുടിക്കൽ തന്നെയാണ്. ഇവിടെ നിന്ന് ഞാൻ ഓഫീസ് പോകുന്നതല്ല, അപ്പോൾ ഇവിടെ ട്രെയിന് പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നെ അപ്പോൾ ഞാൻ ചായ പിന്നെ ഞാൻ ഓഫീസ് പോകുന്നില്ല, മൺഡേ ടു സാറ്റർഡേ വരെ ഓഫീസാണല്ലോ. അപ്പോൾ ഓഫീസ് പോകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ചായ കുടിച്ചിട്ട് എവിടെന്നെങ്കിൽ ഇരുന്ന് ചായ കുടിച്ചിട്ട് അങ്ങ് പോകും, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട്. പിന്നെ വിചാരിച്ചൊരു വെറൈറ്റിക്ക് ഇവിടെ വന്നിട്ട് മോർണിംഗ് വൈബല്ലോ ആസ്വദിച്ചിട്ട് ചായ കുടിക്കണിത് അത്ര വലിയ രാവിലെ ഒന്നുമില്ല. ഇവിടെ 10-11 മണിയായി എങ്കിൽ നമുക്കൊരു സൺഡേ ആണല്ലോ ഉറങ്ങാൻ കിട്ടുന്നത്. മൺഡേ ടു സാറ്റർഡേ വരെ ഫുൾ ബിസി ആണല്ലോ. അപ്പം ആകെ കിട്ടുന്ന സൺഡേയിൽ അത്യാവശ്യം ഉറങ്ങും. ഇത്രയൊന്നുമില്ല, 12 മണി വരെല്ലാം ഉറങ്ങും. പിന്നെ ഇന്ന് കുറച്ച് സ്ഥലത്തെല്ലാം പോകേണ്ടതുകൊണ്ട് പിന്നെ മെയിൻ തിങ് വീഡിയോ എടുക്കൽ. ആ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചത്. അപ്പം നമുക്ക് ഈ ചായ കംപ്ലീറ്റ് ആക്കാം. ഞാൻ അധികം ലാഗ് അടിച്ച് സംസാരിക്കുന്നൊന്നുമില്ല, ഞാൻ ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് സംസാരിക്കും. ഈ പുറത്തെല്ലാം പോകുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ മാത്രം ഇങ്ങനെ കാണിച്ചു തരാം. പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ ഇതുപോലെ സംസാരിക്കാൻ പറ്റും, നോൺ വോയിസിൽ ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കാമായതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് നോൺ വോയിസിൽ. അപ്പം ഞാൻ പിന്നെ അധികം താഴത്തേക്കൊന്നും കാണിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്നെടുത്ത് ഡ്രസ്സിലുള്ളത് അലമ്പ് കോലത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പിടിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ലല്ലോ. ഇവർ രണ്ടാൾ ചെയ്ത് വെച്ച പണി നോക്ക്. ഷോക്കായിട്ടുണ്ട് ഗൈസ്, കണ്ട ഇതുപോലത്തെ മറ്റേ ചെള്ളു പോലത്തെ അസുഖം വന്നിട്ട് നല്ല ഷോക്കായിപ്പോയി. ചെള്ളല്ല, അതിനെന്താ പറയുക, ഫംഗസ്. അത് വന്നിട്ട് ഷോക്കായിപ്പോയി. മെഡിസിൻ എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് റിക്കവർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓളെ മൊഞ്ചങ്ങ് പോയി. ഇങ്ങനെയൊന്നല്ല, ഓള് ഭയങ്കര സുന്ദരിയാ ഗൈസ്. ഓള് സുന്ദരി കുട്ടിയാണ്, അങ്ങനെ വിചാരിക്കുന്നവനില്ല, ഓള് ഭയങ്കര സുന്ദരിയാ. എനിക്കിങ്ങനെ എല്ലാവരൊപ്പം കളിക്കണം, ഇങ്ങനെ തന്നെ രാവിലെ ഓനെല്ലാവരും ഉമ്മാനെ അന്നയെല്ലാം വന്നിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കി കളിക്കും രാവിലെ തന്നെ. രാവിലെ ഏത് ടൈമും എനിക്ക് കുരുത്തക്കടയില്ല, കുരുത്തം കെട്ടൊരു സാധനം. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കൂല. അപ്പോൾ ഞാൻ ഉണ്ടാക്കില്ല, എനിക്ക് കഴിയില്ല. അപ്പോൾ മിക്ക ദിവസങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് സ്കിപ്പ് ചെയ്യാറ്, ബാക്കിയെല്ലാം കഴിക്കും. അങ്ങനെയാണ്. അത് ഇങ്ങനെ ലേറ്റായിട്ട് എണീക്കുന്നതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഓഫീസിൽ രാവിലെ വേഗം ഓടിപ്പോകുന്നതല്ല. അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനുള്ളൊരു സമയം ഉണ്ടാവും, ലഞ്ച് മാത്രം എടുത്തിട്ട് പോകും. അങ്ങനെയാണ്. അത് ഞങ്ങൾ എൻ്റെ ഒരു ഓഫീസ് ടീം മൈ ലൈഫെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ അതെല്ലാം എടുക്കാം. അപ്പോൾ ഇനി ചായ കംപ്ലീറ്റ് ആക്കിയിട്ട് അവരെല്ലാം മെനു എണീപ്പിക്കണം, എല്ലാവരും എണീപ്പിക്കണം. എന്നിട്ട് എല്ലാവരും വേണ്ടി പറഞ്ഞേക്കണം, പോകണം, നല്ല ലേറ്റായി. അപ്പോൾ പോകണം, പുറത്തേക്ക് പോകണം. മിക്സത്തേ ഉള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യാം, റെഡി ആയിട്ട് പുറത്തേക്ക് പോകുന്ന വീഡിയോ കാണിച്ചത്. ഭയങ്കര ലാഗായി പോകും, പിന്നെ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അതുകൊണ്ട് ഇനി പുറത്തേക്ക് പോകുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് കഴിഞ്ഞു ഗൈസ്. ഇനി പോകാൻ വേണ്ടുള്ളൂ, ഉമ്മയും കൂടി റെഡി ആവണം. എന്നിട്ട് നമ്മളിപ്പം കീയും. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കമൺ ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ നീയും സെയിം കളർ അല്ലേ? റെഡിയാ പോന്നാ ഗൈസ്, മീറ്റ് മൈ ബ്രദർ. ഞാൻ സെയിം കളർ അല്ലേ? സെയിം അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
എവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആ സ്ഥലത്ത് തന്നെയുള്ള കഴിഞ്ഞിട്ടുള്ളൂ. 12 എത്ര മണിക്കാണ് പോകണമെന്ന് പറഞ്ഞാൽ 12 മണി. പക്ഷെ സമയം 2 മണി 3 ഇനി ആദ്യം നമുക്ക് ജ്യൂസ് കുടിക്കാം. അതെ, ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പം ഫസ്റ്റ് നമുക്ക് ഫുഡ് മുഖ്യം ബിഗിലെ അല്ലേ? എനിക്കതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് കോക്ടെയിൽ കുടിക്കാം. ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ട് കോക്ടെയിൽ കുടിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ്, ലഞ്ച് സ്കിപ്പ്, ഇനി കോക്ടെയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഡിന്നർ കഴിക്കും. ഈവനിങ്ങിന് ഡിന്നർ അടക്കം കഴിക്കാം. സേ ഹായ്. സിഗ്നൽ ഗൈസ്. വല്ലാത്തൊരു സംഭവമാണ്. ഷോപ്പിംഗ് പ്ലേസ് പോത്തീസ്. ഒരു പോത്തീസ് ഫാനാണ്. എനിക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഓഫർ ഉണ്ടാവും ഇവിടെ അല്ലേ? ഓഫർ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ. സർവീസ് ആയാലും ബില്ലിംഗ് കൗണ്ടർ ആയാലും എല്ലാം നമുക്ക് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല പടപടാന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കും. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് ബ്ലോക്കിൻ്റെ ടെൻഷൻ ഒട്ടും ഇല്ലേനു. നല്ലോണം ഫ്രീ ആയിരുന്നു റോഡ്, അങ്ങനെ ബ്ലോക്ക് ഇല്ലേനു. അപ്പോൾ നമ്മൾ പിന്നെ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞിക്കല്ലോ. അങ്ങനെ അവിടെ എത്തി. നമ്മൾ 4 ആളും കണ്ണൂർ കോക്ടെയിൽ തന്നെ ഓർഡർ ചെയ്താൽ. കണ്ണൂർ കോക്ടെയിൽ നിന്ന് പേരേ ഉള്ളൂ, പക്ഷേ കണ്ണൂർ കോക്ടെയിലിൻ്റെ 7 ഇല പോലും വരില്ല. പക്ഷെ ഒപ്പിക്കാം, ഓക്കെ സാധനം. ഈ ഒരു സാധനം കുടിക്കുമ്പോഴത്തേക്ക് തന്നെ വയറ് അത്യാവശ്യം നല്ല ഫില്ലായിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഗ്ലാസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതൊന്ന് കുടിക്കുമ്പോഴത്തേക്ക് തന്നെ വയറ് നല്ലോണം ഫുൾ ഫില്ലായിന്. പിന്നെ അങ്ങനെ അതെല്ലാം കൊടുത്ത് അവിടെ നമ്മൾ നേരെ പിന്നെ നമ്മൾ പറഞ്ഞില്ല ആവശ്യമുള്ള സ്ഥലം. അവിടെ ഞാൻ അധികം ക്ലിപ്സ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ ഈവനിങ് സമയത്ത് നല്ല സൺസെറ്റും ആസ്വദിച്ച് ഒരു ഹൽസാജ് ഹോട്ടൽ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഗൈസ് അവിടുത്തെ വ്യൂ എടുത്ത് പറയാനുള്ളതായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നല്ലൊരു കായൽ വ്യൂ ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം പോയിട്ട് കാണുന്ന നല്ല അടിപൊളി ഒരു സെറ്റപ്പ് വ്യൂ. അപ്പോൾ ഇവിടെ അങ്ങോട്ട് കുറേ സീറ്റ് ഉണ്ടായി ഇരിക്കാൻ. പക്ഷെ ഉമ്മാക്ക് ആ വ്യൂ കണ്ടിട്ട് ഫുഡ് കഴിക്കണമെന്ന് ഒരേ നിർബന്ധം. അപ്പോൾ ആ വ്യൂ അവിടെ ആണെങ്കിൽ ഫുള്ളും തിരക്കായിരുന്നു. ആ സൈഡ് മൊത്തം ഭയങ്കര റഷായിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിച്ച് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഫൈനലി ഫുഡ് നമ്മൾ കുറേ കാത്തിരിപ്പിന് ശേഷം ഫുഡ് എത്തി. ഫുഡ് കഴിച്ച് നമ്മൾ ഓർഡർ ചെയ്തത് മറ്റേ ഈ കല്യാണച്ചോറ്, അതുപോലെ തന്നെ കീഴ് പൊറോട്ട, പിന്നെ എന്തോ സംതിങ് മന്തി, എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ പേര്. അപ്പോൾ അതെല്ലാം ഓർഡർ ചെയ്ത് എല്ലാം നല്ല അടിപൊളി ഫുഡ് ചെയ്യുന്നു. ഒരു രക്ഷയില്ലാത്ത നല്ല ടേസ്റ്റ് ചെയ്യുന്നു, നാച്ചുറൽ ടേസ്റ്റ്. ഹോണസ്റ്റ്ലി പറഞ്ഞതാണ് ഗൈസ്, ഫുഡ് ഒരു രക്ഷയില്ല എന്ന് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ സെലിബ്രിറ്റീസ് എല്ലാം വരുന്ന ഹോട്ടലാണ് ഇത്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. അതുപോലെ തന്നെ ഫുഡ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ്, രക്ഷയില്ലാത്ത ഫുഡാണ്. ആരെങ്കിലും കൊച്ചിയിലേക്കെല്ലാം വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അൽസാജ് വിസിറ്റ് ചെയ്തോ. അപ്പോൾ പിന്നെ ഞാൻ ചായ ഓർഡർ ചെയ്ത് കുടിച്ച്. എനിക്ക് ചായ പിന്നെ മസ്റ്റാണ്, നല്ല തലവേദനയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പോകാൻ നമ്മൾ കയറുന്ന സമയത്ത് നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഫുഡെല്ലാം കഴിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഇരുടായിരുന്നു, ഓൾമോസ്റ്റ് രാത്രി ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബായ്. അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട.